രാമൻ തേടും സീത പെണ്ണെ നീ രാവണന്റെ തട്ടത്തിൽ തന്നെ നാനേ നന്നേ നന്നേ. നല്ലൊരു കുളിയും കുളിച്ചിട്ട് സെറ്റപ്പായി കഴിഞ്ഞിട്ട് സുഖമായിട്ടൊരു ഉറക്കം. ഒറ്റ ടൂറ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കറുത്ത് പോയില്ല ഈശ്വര. ഈ താടിയാണ് ഈ വളരണം. ഒന്നും തിന്നില്ലെങ്കിലും പന പോലെ വളർന്നണം കേട്ടോ. ഇതേപോലെ താടിയും മിഷൻ വളരുമായിരുന്നെങ്കിൽ കയ്യിൽ ഫോണിലപ്പോൾ ആരും വിളിക്കില്ല. താരത് ചേച്ചിയായിരുന്നോ? നീ കിടന്നായിരുന്നോ? എവിടെന്ന്? ഞാൻ കുറച്ചു മുമ്പ് വന്നോളന്നേ. നീ അമ്മയ്ക്ക് മരുന്ന് കൊടുത്തായിരുന്നോ? ആ ഫസ്റ്റ് അമ്മതേ ഉറക്കത്തിലായി അപ്പോഴാ. അല്ല, മോന്റെ ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുടകോ മൈസൂരോ അവിടെ കണ്ടല്ലേ നീ പോയേ? അതെ. ഓ എന്നാ പറയാനാ, ഒരു ടൂറ്. മഞ്ഞ മല എന്നൊക്കെ പറഞ്ഞ് പോയിട്ടേ അവിടെയെങ്കിലും മഞ്ഞൊന്നും ഞാൻ കണ്ടില്ല. അതിലും നല്ല മഞ്ഞ് നമ്മുടെ തോട്ടത്തിൽ വരും രാവിലെ. അപ്പോഴാ. നീ എന്റെ കൊച്ചിന് വല്ലതും വാങ്ങിച്ചോടാ? ആ ബെസ്റ്റ്. എണ്ണി ചുട്ടപ്പമുള്ള പൈസ കൊണ്ടാണ് ഞാൻ പോയത്. എല്ലാവരും പർച്ചേസ് കൊണ്ട് പോയപ്പോഴേ ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ദേ ഇതാണ് ഞാൻ ആകെ മേടിച്ച സാധനം. ഞാൻ ആ ബസ്സിൽ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഒരു പെങ്കൊച്ച് വിൽക്കാൻ വന്നതാണ്. അതിൻ്റെ മുഖം കണ്ടപ്പോൾ മേടിക്കാണ്ടിരിക്കാനും തോന്നിയില്ല. ഇതാണ് ആ കൊച്ചിൻ്റെ കയ്യിലിരുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനം. ഇതെന്താ ടവലാണോടാ? ടവലല്ല, പക്ഷെ നല്ല സോഫ്റ്റാ. ഫോണിൻ്റെ ഫ്രണ്ട് ഉടയ്ക്കാൻ നല്ല രസാ. നീ നിന്റെ കൊച്ചിനൊന്നും വാങ്ങിച്ചില്ലടാ അനുശ്രീക്ക്? ദാണ്ട് പേര് പറഞ്ഞപ്പോഴത്തേനും എന്നാ വെപ്രാള അച്ചക്കന്. വെപ്രാളൊന്നുമില്ല, ഈ നഖംപെട്ടി കംപ്ലൈന്റ് ആണേ. ഉവ്വേ 4-5 കൊല്ലായില്ലേ? നാണല്ലേ നിനക്ക് വൺ സൈഡ് ലവ് അടിച്ച് നടക്കാൻ? ജനറേഷൻ വേറെ മോളെ. ജനറേഷനൊക്കെ ഏതായാലും ലവ് ഒക്കെ ഒരുപോലെയാ മോനെ. ഇപ്പോഴും നീ പണ്ടെങ്ങാണ്ട് അവള് നിന്ന് ആ പാവം കെട്ടിപ്പിടിച്ചല്ലോ ഉറക്കം. ഞാൻ പിന്നെ വിളിക്കാം. കുളിക്കട്ടെ. ആയിക്കോട്ടെ എന്നാ. ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുട്ടി ഇത് നമ്മുടെ എന്താ മോളെ, അങ്കിള് പറയുമ്പോ അങ്കിളെ നോക്കി ഒന്ന് ചിരിക്കണോട്ടോ. മോളെ ഒന്ന് ചിരിച്ച്. അനുരാഗവിലോചിതനായി അതിലേറെ മോഹിതനായി പടി പോയി. മഴ പെയ്തു, കറണ്ട് പോയി. ഇത്രയും വൃത്തിയിട്ടൊരു കാലാവസ്ഥ കേരളത്തിലല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല.
അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യകൾ മനമേ. അത് അങ്ങോട്ട് മനം. ആരത്? വാവ്, ബ്യൂട്ടിഫുൾ. എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്താ പടച്ചോനെ, ചെവി പോയാ? ഹലോ ഹലോ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഈശ്വര, സംഭവം നോർമൽ അല്ലെന്ന് മനസ്സിലായി. ആരാ? ನಾನು ಸೀತಾ. സീതയോ? ನಾನು ಸೀತಾ. ఆ, మైసూర్ గుప్త మహారాజా చిన్న కుమార్తె. కుమారేట. 1000 సంవత్సరాల క్రితం నాకు విచ్చిన శాప కారణంగా నేటికి భూమిపై నివసిస్తున్న రాణి. ആ, ഈശ്വര, ഇത് മനസ്സിലാവും. ഞാൻ ആരോട് ചോദിക്കും? എന്താ ഇതിനോട് ചോദിക്കുക? മലയാളം അറിയാമോ? മലയാളം, ഇന്ത്യ, കേരളം, മാലു ഇല്ല അല്ലേ? ആ, അതല്ലേ? ഞാൻ മൈസൂർ റാണി. ഏ? രക്താഭിഷേകത്തിലൂടെ എന്നെ സ്വാഗതം ചെയ്തതിന് നന്ദി. ഓ, നിന്റെ ആദ്യ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. ആഗ്രഹം? ആരുടെ ആഗ്രഹം? അല്ല, ഏതാഗ്രഹം? അല്ല, നീയല്ലേ നിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പറഞ്ഞേ? ഓ, മറ്റേ ആഗ്രഹമൊക്കെ സാധിക്കുന്ന ഭൂതം സെറ്റപ്പ് അല്ലേ? ദേ ചെക്ക, ഞാൻ ഭൂതവും പ്രേതമൊന്നും അല്ല. പിന്നെ? ഒരു രാജ്യം ഭരിച്ച രാജാവിന്റെ ഇളയ മകളാണ്. ഒരു ഒടുക്കത്തെ ശാപം കാരണം ഈ ഭൂമിയിൽ ഇങ്ങനെ നടന്ന് കറങ്ങുക. അച്ചോടാ. ദേ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആഗ്രഹിച്ചോ. ഇനി ആകെ 2 ആഗ്രഹം കൂടെ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആണോ? എന്നാ എനിക്കൊരു 100 കോടി, അല്ല 1000 കോടി. ടാക്സിന്റെ പ്രശ്നം വരുമോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കൊട്ടാരം പോലത്തെ വീടും കുറെ കാറും. എന്തൊക്കെയാണ് ഇപ്പൊ ചോദിക്കുക? ഇനിയിപ്പോ സൂപ്പർ കാർ തന്നാ ഓടിക്കാണ്ട് പറ്റിയ റോഡും ഇല്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യും, എനിക്ക് സ്വിച്ച് ഇട്ട 500 നോട്ട് വരുന്നൊരു മെഷീനും അതുപോലെ തന്നെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് ഷേപ്പ് മാറുന്നൊരു കാറും തരാൻ പറ്റുമോ? മതിയോ? തൽക്കാലം മതി. എനിക്കും എല്ലാ ആഗ്രഹങ്ങളൊന്നുമില്ല. ദേ ചെക്ക, എന്തോ? ഇനിയില്ല നിന്റെ ആഗ്രഹങ്ങൾക്ക് നിബന്ധനകളുണ്ട്. നിബന്ധനകളോ? അല്ല, ഈ നിബന്ധനകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആഗ്രഹം സാധിക്കലാവോ അതോ ഫ്രീ ആണോ? അതൊക്കെ ഫ്രീയാ. ഓ, ഭാഗ്യം. എന്നാ ആദ്യം അത് പറ. 1, സാമ്പത്തിക ശാരീരിക മാറ്റങ്ങൾ വരുത്തുന്ന ആഗ്രഹങ്ങൾ സാധിക്കുന്നതല്ല. അപ്പൊ കാറും മെഷീനും ഗോപി. അതെ. ബാക്കി 2, ഇനി ബാക്കിയുള്ള 2 ആഗ്രഹങ്ങളിൽ ഒരെണ്ണം മാത്രമേ നിനക്കായിട്ട് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് നാളിതുവരെ നിന്നെ കണ്ടിട്ടില്ലാത്ത ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കണം. അതിപ്പോ ശാരീരിക മാറ്റങ്ങളും ആവാം. അയ്യേ, ഇതന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള വരോ? കഴിഞ്ഞ? ഇല്ല. 3, ഞാൻ നൽകുന്ന വരങ്ങൾക്ക് 1 നാഴിക മാത്രമേ ദൈർഘ്യം ഉണ്ടാവുകയുള്ളൂ. ഏകദേശം ഒരു 24 മിനിറ്റ്. 4, മതി. ചുരുക്കി പറഞ്ഞ ഒരു ഉപകാരമില്ലാത്ത കുറേ വരങ്ങളും കൊണ്ട് വന്നാലേ? അങ്ങനെയല്ല, നിബന്ധനകൾ ലംഘിക്കാത്ത തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആലോചിച്ച് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹങ്ങൾ പറയണമെന്നില്ല. എൻ്റെ കൈ പിടിച്ച് കണ്ണടച്ചത് ആഗ്രഹിച്ചാൽ മതി. സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഉറപ്പായിട്ട് നടക്കും. ആണോ? എന്നാ 1 മിനിറ്റ്, എനിക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. എന്ത് പ്രിപ്പറേഷൻ? ഈ ആഗ്രഹം നടക്കുമെന്ന് അറിഞ്ഞിട്ട് അതെന്താന്ന് ഞാൻ പറയാം. ഓക്കെ? കണ്ണടയ്ക്കോ?
ഉം. ആ കഴിഞ്ഞു. ഇനി കണ്ണു തുറന്നോ. ഇതിങ്ങനെ പറഞ്ഞേ എന്താണ് ഈ പ്രിപ്പറേഷൻസ് കൂടി പോയോ? ഗുരുവരപ്പ